എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. സെയിന്റ് ആൻസ് ചർച്ച്, അന്നപുണ്യവതിയുടെ പള്ളി. പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ മുഴുവൻ നമുക്ക് ലഭിക്കുന്നത് അപ്രമാണിക ഗ്രന്ഥങ്ങളിലെ വിവരണങ്ങളിൽ നിന്നാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ യാക്കോബിന്റെ ആദ്യ സുവിശേഷം. അതിലെ വിവരണമനുസരിച്ച് ജെറുസലേം ദേവാലയത്തിനടുത്താണ് പരിശുദ്ധ അമ്മ ജനിക്കുന്ന സ്ഥലം. ജെറുസലേം നഗരത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിലെ ഗെത്സമനിയിൽ നിന്ന് മുകളിലോട്ട് കയറിയാൽ സെന്റ് സ്റ്റീഫൻസ് ഗേറ്റ്, എസ്തപ്പാനോസിനെ കല്ലെറിയാൻ കൊണ്ടുപോയ സ്ഥലം. അറബികൾ പറയുക ബാബ് സിത്തിന മറിയാം, മാതാവിന്റെ കല്ലറയിരിക്കുന്നത് ഇതിന് നേരെ താഴെ ജോസഫാത്ത് താഴ്വരയിൽ. ലയൺസ് ഗേറ്റ്, 2 സിംഹങ്ങളുടെ രൂപങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് കടന്ന ഉടനെ ഇടത് സൈഡില് ബിർക്കത്ത് ഇസ്രായേൽ, നെഹമ്യായുടെ പുസ്തകം 3-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്ന പ്രൊബാറ്റിക്ക ഗേറ്റ്, ഷീപ്സ് ഗേറ്റ്, ആടുകളുടെ കവാടം. അതിനു മുകളിൽ ഹാരാമാണ് ദേവാലയത്തിന്റെ. ബിർക്കത്ത് ഇസ്രായേൽ ആടുകളുടെ കുളമാണ്. അവിടെ നിന്ന് വലത്തോട്ട് സ്വല്പം മുന്നോട്ട് പോയാൽ വിശുദ്ധ അന്നയുടെ ദേവാലയം. ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ ഇവിടെ ദേവാലയം ഉണ്ടായിരുന്നു എന്ന് സാക്ഷിക്കുന്നു. 5-ാം നൂറ്റാണ്ടില് പരിശുദ്ധ അമ്മയുടെ ബസലിക്ക ഇവിടെയാണ് പണിയപ്പെട്ടത്. പിന്നീട് പേർഷ്യക്കാർ നശിപ്പിച്ചത് പുനരുദ്ധരിക്കുന്നു. കുരിശുദ്ധ കാലഘട്ടത്തിൽ ഇവിടെ വലിയൊരു ആശ്രമം തന്നെ ഉണ്ടായിരുന്നു. ബാൾഡുവിൻ 1-ാമന്റെ ഭാര്യ, ബാൾഡുവിൻ 2-ാമന്റെ മകൾ യുവത്ത, ഇവരൊക്കെ ഇവിടെ അന്തേവാസികളായിരുന്നവരാണ്. 1193 സലഹദ്ദീൻ ഇത് ആക്രമിച്ച് കീഴടക്കിയതിനു ശേഷം ഖുറാൻ പഠിപ്പിക്കുന്ന കേന്ദ്രമാക്കി മാറ്റുന്നു. സലഹിയെ എന്നാണ് അതിനിന്നും വിളിക്കുക. 1856 ക്രമേയ യുദ്ധത്തിന് ശേഷമാണ് ഫ്രഞ്ചുകാര് അബ്ദുൾ മജീദ് നെപ്പോളിയൻ 3-ാമന് ഈ പള്ളി വിട്ടുകൊടുക്കുന്നത്. അതിനുശേഷം മൗസദ് പുനരുദ്ധരിക്കുന്നു. 1878 വൈറ്റ് ഫാദേഴ്സിനെ ഇത് വരമേൽപ്പിക്കുന്നു. 1954 ഇത് മൈനർ ബസലിക്കയായി ഉയർത്തപ്പെടുന്നു. നമ്മൾ ഈ അന്നപുണ്യതയുടെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ കുരിശുയുദ്ധ കാലഘട്ടത്തിൽ 40ഓളം പള്ളികൾ നശിപ്പിച്ചപ്പോൾ നശിപ്പിക്കപ്പെടാതെ കാത്തു സൂക്ഷിച്ചൊരു ദേവാലയം. അതിമനോഹരമായ എന്നാൽ വളരെ ഒതുക്കത്തിലുള്ള ഒരു ദേവാലയം. മനോഹരമായിട്ടുള്ള കൂർത്ത ആർച്ച്, അത് കടന്നുള്ളിലേക്ക് കടന്നാൽ കല്ലിൽ തീർത്ത ദേവാലയം, അതിമനോഹരമായിട്ടുള്ള സ്വരവിന്യാസം. എല്ലാ തീർത്ഥാടകരും അവിടെ മാതാവിൻ്റെ ഒരു ഗാനം ആലപിച്ചിട്ട് പോകാറുള്ളൂ. ഇടത് മൂലയിലേക്ക് നോക്കിയാൽ പരിശുദ്ധ അമ്മയും അന്നപുണ്യവതിയും ഒരുമിച്ചുള്ള വെൺകൽ പ്രതിമ, സ്വദേശത്തു നിന്നുള്ള കല്ലിൽ തീർത്ത അൾത്താര. വലതുവശത്ത് താഴോട്ട് ഇറങ്ങിയാൽ നമ്മളൊരു ഗുഹയിലേക്ക് എത്തും. യോവാക്കീമിന്റെയും അന്നയുടെയും വീടിന്റെ താഴെയുണ്ടായിരുന്ന ഗുഹ. ഇവിടെ ചുമർ ചിത്രം കാണിക്കുക യോവാക്കീമിനെയും അന്നയെയും. ഉണ്ണിമാതാവ് ജനിച്ച് വെള്ള തുണിയിൽ പൊതിഞ്ഞിരിക്കുന്നു. മാതാവിനെ കുളിപ്പിക്കുന്ന രംഗങ്ങൾ. അവിടെ തന്നെ സക്രാരിയുമുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് കടന്ന് ഇടത്തോട്ട് നോക്കിയാൽ ബെത്സൈദ കുളം. 5 മണ്ഡപങ്ങളുള്ള കുളത്തിന്റെ എല്ലാ അവശിഷ്ടങ്ങളും ഇന്ന് പുനരുദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ദേവാലയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത, വന്ധിയായിരുന്ന അന്നയ്ക്ക് ദൈവമാതാവിനെ നൽകാൻ തിരുമനസ്സായ ദൈവം, 38 വർഷമായി തളർവാദ രോഗിയായിരുന്നവനെ സുഖപ്പെടുത്തിയ കർത്താവ് നമ്മയും സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ വാഴുന്നു.